ഹായ് ഫ്രണ്ട്സ്, എഡിറ്റിംഗ് പഠിച്ച് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. FCPയുടെ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിനെ കുറിച്ചുള്ള പാർട്ട് 1 വീഡിയോ ഞാൻ കഴിഞ്ഞതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ പാർട്ട് 2ൽ എങ്ങനെ ഓഡിയോസ് ഇമ്പോർട്ട് ചെയ്ത് ട്രാൻസിഷൻസും ആഡ് ചെയ്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ അടുക്കണം. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് ഓർഡർ ആക്കണം. ഓർഡർ അനുസരിച്ച് ക്ലിപ്സിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വീഡിയോസിൻ്റെ കൂടെ വിത്ത് ഓഡിയോസും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഫുട്ടേജിൻ്റെ മുകളിൽ മൗസ് പോയിൻ്റ് വെച്ച് റൈറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ ഡിറ്റാച്ച് ഓഡിയോ വരും. ഈ ഡിറ്റാച്ച് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസിൽ നിന്നും ഓഡിയോസ് റിമൂവായിട്ട് താഴെയായിട്ട് കാണാം. അപ്പം ഇതിനെല്ലാം കൂടെ ഓഡിയോ ഫയൽസിനെ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് വീഡിയോ ഫയൽസ് ഇതിൽ നിന്ന് ഒരു ഓഡിയോ ഫയൽസ് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന പോർഷനിൽ ആരോ മാർക്ക് ഉണ്ട്. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ഓളിൽ കിടക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത് സ്റ്റോറി ലൈനിലോട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഓഡിയോ ഫയൽസ് കാണാം. ഓക്കെ, ഓഡിയോ ഫയൽസ് ഉണ്ട്. ഇനി അതല്ല, എനിക്ക് വീഡിയോ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഈ ആരോയിൽ കൊടുക്കുമ്പോൾ തന്നെ വീഡിയോ ഓൺലി കാണും. ഇതിൻ്റെ എല്ലാം ഷോർട്ട് കീ അവിടെ ശ്രദ്ധിച്ചാൽ മതി. Shift 1, Shift 2, Shift 3 കൊടുക്കുമ്പോൾ Shift 2 ഞാൻ കൊടുത്തു. വീഡിയോ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഓഡിയോ ഇല്ല. ഓഡിയോ കേൾക്കുന്നില്ല. ഇനി അടുത്തത് എനിക്ക് ഓഡിയോ ഫയൽ മാത്രം മതി. അതിന് Shift 3 ഞാൻ കൊടുത്തു. അപ്പോൾ അവിടെ മാറി കണ്ടോ, സ്പീക്കറിൻ്റെ ഇത് ഓപ്ഷൻ വന്നു. Shift 1 ഞാൻ കൊടുത്തു. അപ്പോൾ കണ്ടോ ഓളായി. ഇപ്പോൾ ഓളെന്ന് പറഞ്ഞ് Shift 3 കൊടുക്കുകയാണ്. മാറി. അപ്പം ഈ ഷോർട്ട് കീയുടെ ഉപയോഗം ഇതാണ് ഞാൻ പറഞ്ഞത്. പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. ഞാൻ എടുത്തു. കണ്ടോ, ഇത് ഓഡിയോ ഫയലാണ്. ഓഡിയോ ഫയൽ. അപ്പം ഇങ്ങനെ നമുക്ക് വീഡിയോസ് ടൈം ലൈനിലോട്ട് സ്റ്റോറി ലൈനിലോട്ട് നമുക്കിടാം. ഓക്കെ, ഇനി നമുക്ക് എഡിറ്റേഴ്സിന് പ്രധാനമായിട്ടുള്ളതാണ് സൂം ഇന്നും സൂം ഔട്ടും. പ്രീമിയറിൽ നമ്മൾ പ്ലസും മൈനസും കൊടുക്കുമ്പോഴാണ് സൂം ഇന്നും സൂം ഔട്ടും ആവുന്നത്. ഇതിൽ FCPയിൽ വരുമ്പോൾ കമാൻഡ് പ്ലസ് കൊടുക്കുമ്പോൾ സൂം ഇന്നായി, കമാൻഡ് മൈനസ് കൊടുക്കുമ്പോൾ സൂം ഔട്ടും ആവും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓർഡർ അനുസരിച്ച് തന്നെ ചേഞ്ച് ചെയ്യാം. അതിന് ഞാൻ ഇതിൽ ഹെലിക്യാമും ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഫസ്റ്റ് ഞാൻ ഹെലിക്യാമാണ് കൊടുക്കുന്നത്. ഹെലിക്യാം കൊടുക്കാൻ ഈ ഫുട്ടേജിന് പ്രസ് ചെയ്ത് മുകളിലോട്ട് വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കമാൻഡ് ആൾട്ട് അപ്പ് ആരോ കൊടുക്കും. അതായത് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് എനിക്ക് ഫസ്റ്റ് കാണിക്കാനുള്ളത്. ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഹെലിക്യാം ഷോട്ട് ആഡ് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നു. അതിനെ ഞാൻ കമാൻഡ് ആൾട്ട് അപ്പ് ആരോ കൊടുത്ത് മുകളിലോട്ട് വന്നു. ഇതിനെ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് ചർച്ചിൻ്റെ ഈ ഒരു ഹെലിക്യാം ഷോട്ട് വയ്ക്കാന്ന് വെച്ചു. കമാൻഡ് ആൾട്ട് ആരോ കൊടുത്തു മുകളിലോട്ട് എടുത്ത് വെച്ചു. സെലക്ട് ചെയ്തു. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കൊണ്ട് കണ്ടോ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ, നമ്മൾ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നിനെ ഞാൻ വീണ്ടും ഓർഡറായിട്ട് ഫസ്റ്റ് എടുത്ത് വെക്കുകയാണ്. ഇത്രയും സ്പേസ് ഫ്രീ ആയി കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ അടുപ്പിക്കണമെങ്കിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിക്കുക. സെലക്ട് ബാക്ക് സ്പേസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഓർഡർ അനുസരിച്ച് വെച്ചു. ഇനി അടുത്തത് ഇതിനൊരു സോങ് കൊടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. വെഡ്ഡിങ് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സോങ്സ് വേണം. ഒരു 15 to 20 സോങ്സോളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഓഡിയോസ് എന്ന ഇവൻ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടേക്ക് എഡിറ്റ് ചെയ്യേണ്ടുന്നതായ MP3 ഫയൽസ് എല്ലാം നമുക്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടൈം ലൈനിലോട്ട് ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിലിപ്പോൾ ഞാൻ ഒരു കോപ്പിറൈറ്റ് മ്യൂസിക്കാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ മ്യൂസിക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഞാനിപ്പോൾ ഇതാ സൂം ഇന്നാണ് കൊടുത്തത്. അപ്പോൾ ഈ കാണുന്നതാണ് ഓഡിയോ ട്രാക്കിൻ്റെ വേവ്സ്. ഇതനുസരിച്ചാണ് നമ്മൾ ഓരോ എഡിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇവിടെ കട്ട് ചെയ്യണം, ലിറിക്സ് തുടങ്ങുന്നത്, അടുത്ത ബീറ്റ് തുടങ്ങുന്നത് ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഈ ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് കുറച്ച് പോർഷൻസ് വെറുതെ കാണും, അതായത് അവിടെ ഒന്നും ഉണ്ടാവില്ല, അത്രയും ലാഗിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയണം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മ്യൂസിക്കിൻ്റെ തുടക്കം മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ ഇതുപോലൊരു ഇത് കാണും, കണ്ട. അതുകൊണ്ട് ആ സ്കെയിൽ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ സ്കെയിൽ അവിടെ ഇരിക്കട്ടെ. കമാൻഡ് ബി കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഫ്രണ്ടിലെ പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ പ്ലേ ചെയ്തു. ഇവിടെ നിന്ന് മൂവ് ആയിട്ടുണ്ട്. ഞാൻ അവിടെ ബ്ലേഡ് അവിടെ ഞാൻ പൗസ് ചെയ്ത് ബ്ലേഡ് കറക്റ്റ് സ്കെയിൽ കറക്റ്റ് പൊസിഷനിലുണ്ട്. ആൾട്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ്, അതായത് ഫ്രണ്ട് കട്ടാവും. ആവശ്യമില്ലാത്ത അത്രയും പോർഷൻസ് കട്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ MP3 ആഡ് ചെയ്യണം. ഓഡിയോ ഫയൽസ് ആഡ് ചെയ്യണം. ഓക്കെ, ഓഡിയോ ഞാൻ രണ്ടാമത് ആ ബീറ്റ് കേൾക്കുന്നിടത്തു നിന്ന് ആ ഒരു ഓഡിയോയുടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോർഷനിൽ ഞാൻ പൗസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്യണം. ഈ ഒരു ക്ലിപ്പിൻ്റെ എൻഡ് കട്ട് ചെയ്യണം. ആൾട്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ്, കട്ടായി. ഇവിടെ ഇട്ട് ഞാൻ കട്ട് ചെയ്തിട്ട്, അതായത് സ്പ്ലിറ്റ് ആക്കുകയാണേ. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിൽ ഞാൻ കുറച്ച് സ്പീഡ് കൊടുക്കണം. അതിന് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമാൻഡ് ബി കൊടുക്കുക. അപ്പോൾ സ്പ്ലിറ്റ് ആവും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമാൻഡ് സെറ്റ് കൊടുക്കുന്നത് ബി, കീബോർഡിൽ ബി കൊടുത്തു കഴിയുമ്പോൾ ബ്ലേഡിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ആവും. കുറച്ചും കൂടെ ഈസി നമുക്ക് കമാൻഡ് ബി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കമാൻഡ് ബി കൊടുത്തിട്ട് ഞാൻ ഈ രണ്ടാമത് സ്പ്ലിറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്ലിപ്പ് ഈ ഓഡിയോ കണ്ടു നോക്കാം. സൂം ചെയ്യണം. ഇവിടം വരെ സ്പീഡ് വേണം. ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് 6 കൊടുക്കുമ്പോൾ സ്പീഡിൻ്റെ വരും. ഇപ്പം നോർമൽ 100ലാണ് കിടക്കുന്നത്. ഈ ഗ്രീൻ ആയിട്ടുള്ള ഈ ഒരു പോർഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും സ്പീഡിൻ്റെ വരും. ഞാൻ 2000 കൊടുത്തിട്ട് ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ്. കമാൻഡ് ബി കൊടുത്തു. എന്നിട്ട് ഇതിനെ ഞാൻ ഇതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുകയാണ്, ജസ്റ്റ് സ്ലോ ആക്കി കൊടുക്കുകയാണ്. ഞാൻ കമാൻഡ് 6 കൊടുത്തിട്ട് ഒരു 50 കൊടുത്തു നോക്കട്ടെ. ഓക്കെ, 50 കൊടുത്തു. കമാൻഡ് 6ൽ 50 കൊടുക്കുകയാണേ. ആ ബീറ്റിൽ ഞാനൊരു വൈറ്റ് ട്രാൻസിഷൻ കൊടുത്തു. ഇതാണ് നമുക്ക് ട്രാൻസിഷൻസിൻ്റെ, ഇത് എഫക്റ്റിൻ്റെതാണ് ട്രാൻസിഷനിൽ. ഓക്കെ, ഞാനൊരു വൈറ്റ് എഫക്റ്റ് കൊടുത്തു. വൈറ്റ് ഞാൻ ബ്ലറിന്ന് ഒരു ട്രാൻസിഷൻ എടുത്ത് ആഡ് ചെയ്തു. ഹൈലൈറ്റ്സിലൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ FCPയിലെ ഈ എഫക്ട്സ്. ഞാൻ കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്തു. ഞാൻ എഫക്റ്റിൽ പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് FCPയിൽ കട്ട് ചെയ്യുന്നത്, വീഡിയോ ഫയൽസ് കട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ട്രാൻസിഷൻസ് ആഡ് ചെയ്യുന്നത്. ഓഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ എഡിറ്റ് മാത്രമല്ല, ഓഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ FCP ഫൈനൽ കട്ട് പ്രോ സോഫ്റ്റ്വെയറിൻ്റെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിന് ഷോർട്ട് കീസ് ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അതെല്ലാവരും ഷോർട്ട് കീസ് പഠിച്ചിരിക്കണം. നമ്മൾ എഡിറ്റേഴ്സിന് അത്യാവശ്യമായിട്ടുള്ള ഷോർട്ട് കീ. അപ്പോൾ ഷോർട്ട് കീ പഠിച്ചിരിക്കണം. അടുത്ത വീഡിയോ അതായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വീഡിയോസ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.